നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനായിട്ട് ഇനിയിപ്പോൾ 9 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ഈ നേരം നമ്മൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള വോട്ടിന് നോട്ട് എന്ന പരാതിയിൽ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പണം കൈമാറിയെന്ന ദൃശ്യത്തിന്റെ ശാസ്ത്രീയ പരിശോധന റിസൾട്ടും ഇതിന്റെ കൂടെ തന്നെ സമർപ്പിക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നാലാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. താനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് മെനയുന്ന കള്ളക്കഥയാണ് ഇതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വാദിക്കുന്നത്. പിന്നീട് കാറിലുണ്ടായിരുന്ന സ്ത്രീയുടെ ദൃശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും കാറിലെ ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്നുള്ള വാദവും തുടങ്ങി പ്രശ്നങ്ങളായി. ഇതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രനും ഈ സ്ത്രീയും തമ്മിൽ മുൻപരിചയമുണ്ട് എന്ന രീതിയിൽ സൂചന നൽകുന്ന പഴയ ചില ഫോട്ടോസും കോൺഗ്രസ് പുറത്തുവിടുന്നത്. പലയിടത്തും BJP പണം വിതരണം ചെയ്യുന്നുവെന്ന് CPM-ഉം കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് മണ്ഡലത്തിലെ ജനവിധി എന്താണ്, ആരായിരിക്കും അവിടുത്തെ MLA എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ RK പൾസസ് സ്പൈസസ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പൗഡർ.